ഈ ഒരു ഫ്രൂട്ട് നിങ്ങൾ ആരെങ്കിലും കണ്ടിട്ടുണ്ടോ, കഴിച്ചിട്ടുണ്ടോ? ഇന്നത്തെ കാലത്ത് അധികം കാണാൻ കിട്ടാത്ത ഒരു ഫ്രൂട്ടാണിത്. പണ്ട് കാടുകളിലൊക്കെ ഉണ്ടായിരുന്ന ഒരു ഫ്രൂട്ടാണ്. ഈ ഒരു ചെടി കണ്ടപ്പം ഞാൻ വീഡിയോ പിടിച്ചു വെച്ചതാണ്. ഇനി ആരെങ്കിലും കണ്ടിട്ടില്ലാത്തവരുണ്ടെങ്കിൽ കണ്ടു നോക്കട്ടെ എന്ന് വിചാരിച്ചിട്ട്. നമ്മുടെ കുട്ടികളാരും ഇങ്ങനെ ഒരു ഫ്രൂട്ട് കണ്ടിട്ട് പോലും ഉണ്ടാവില്ല. ഇതിനന്ന് ഞങ്ങൾ പറഞ്ഞുകൊണ്ടിരുന്നത് പൂച്ചപ്പഴം എന്നാണ്. ചില ആളുകൾ ഇതിന് കീരിപ്പഴം എന്നും പറയാറുണ്ട്. ഈ ഒരു ഫ്രൂട്ടിനെ കുറിച്ച് അറിയാവുന്നവരൊന്ന് കമൻറ്റ് ചെയ്യണേ. നിങ്ങളുടെ നാട്ടിൽ എന്താണ് ഇതിന് പേര് പറയുന്നതെന്ന്. കയ്യിലെടുത്തിട്ടൊന്ന് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഇത് ഇതുപോലെ മെൽറ്റായി പോണ പോലെ അങ്ങ് പോകും. പഞ്ഞി പോലെയാണ് ഇതിരിക്കുന്നത്. ദൂരെ നോക്കിയാൽ ചെടിയിൽ മഞ്ഞ് വന്നിരിക്കുന്നത് പോലെ തോന്നും. നല്ല വെളുത്ത മുത്തുകൾ പോലെ. പാലിൻ്റെ നിറമാണ് ഇതിന്. ഇത് പറിച്ച് നമുക്ക് കഴിക്കാൻ പറ്റും. ഇതിന് ചെറിയൊരു മധുരമുണ്ട്. ഉള്ളിൽ ചെല്ലുമ്പോൾ ഒരു സീഡുണ്ട്. അത് കഴിച്ച് കഴിയുമ്പം ചാമ്പങ്ങ കഴിക്കുന്ന ഒരു ടേസ്റ്റാണ് എനിക്ക് തോന്നുന്നത്. ഈ കാണുന്നതാണ് ഇതിൻ്റെ ചെടിയെ. ഇതിന് മരം എന്ന് പറയാൻ പറ്റില്ല. കുറ്റിച്ചെടിയല്ല, മരമല്ല. അങ്ങനെ ഒരു ചെറിയൊരു ചാമ്പ മരത്തിൻ്റെയൊക്കെ വലിപ്പം ഉണ്ടാവും ഇതിന്. ഈ ഒരു ഫ്രൂട്ടിന് ഒരുപാട് ഓർമ്മകളുണ്ട്. പണ്ടൊക്കെ സ്കൂളിൽ പോണത് ഇന്നത്തെ പോലെ ബസ്സിന് കയറിയല്ലല്ലോ. കൂട്ടുകൂടി എല്ലാവരും കൂടെ നടന്ന് കണ്ട ഇടവഴിയൊക്കെ കയറിയൊക്കെയല്ലേ പോണേ. അപ്പോൾ അങ്ങനെ പോണ സമയത്ത് വഴി നീളെ ഇങ്ങനത്തെ ഇതൊക്കെ ഉണ്ടാവും. കാടും മേടും ഒക്കെ കയറി പോകുമ്പോൾ അപ്പോൾ ഈ പൂച്ചപ്പഴം, ഇതുപോലെ ചെത്തിപ്പഴം, കദളിപ്പഴം, അങ്ങനത്തെ ഇതൊക്കെ നമ്മൾ പറിച്ച് കഴിച്ചാണ് പൊയ്ക്കൊണ്ടിരുന്നത്. അതിൻ്റെ കൂടെ വേറൊരു ഫ്രൂട്ട് ഉണ്ടായിരുന്നു, മുള്ളമ്പഴം. മുള്ളമ്പഴം എന്താണെന്ന് അറിയാവുന്നവരുണ്ടെങ്കിൽ പറയണേ. അതൊന്നും ഇപ്പോൾ കാണാൻ പോലും ഇല്ല. കയ്യിലെടുത്ത് ഇതുപോലെ ഒന്ന് പ്രസ് ചെയ്ത് കഴിയുമ്പോൾ ജെല്ല് പോലെയുണ്ട്. ഈ ഒരു പ്ലാന്റ് ഞാൻ റിസോർട്ടിൽ കണ്ടാണ്. അവർ ഏതോ നഴ്സറിയിൽ നിന്ന് വാങ്ങിച്ചു കൊണ്ട് വെച്ചതാന്ന് പറഞ്ഞു. പണ്ട് കാട്ടിലുണ്ടായിരുന്ന ചെടികളൊക്കെ ഇപ്പോൾ ആൾക്കാർ നഴ്സറിയിൽ നിന്ന് വില കൊടുത്ത് മേടിച്ച് നട്ടുപിടിപ്പിക്കാറുണ്ട്. ഈ ഒരു ഫ്രൂട്ട് പണ്ട് കാലത്ത് നാട്ടുവൈദ്യത്തിൽ ഔഷധമായിട്ട് ഉപയോഗിക്കുമായിരുന്നു അത്രേ. കുട്ടികൾക്ക് വിരശല്യത്തിന് ഇത് പച്ചയ്ക്ക് കൊടുക്കുമായിരുന്നു കഴിക്കാൻ. ഇതിന് ചിലർ കാട്ടുവഴനയെന്നും പറയാറുണ്ട്. ശരിക്കും ഇതിൻ്റെ ഇല കണ്ടാൽ വഴനയുടെ ഇല പോലെ തന്നെ തോന്നും. ഈ ഒരു ഫ്രൂട്ടിൻ്റെ ടേസ്റ്റ് ശരിക്കും എന്താണെന്ന് എനിക്ക് പറഞ്ഞറിയിക്കാൻ അറിയില്ല. ചെറിയൊരു ചവർപ്പും ചെറിയ പുളിയും ചെറിയ മധുരവും എല്ലാം കൂടെ കൂടിയിട്ട് ഒരു ടേസ്റ്റ്. അപ്പോൾ ഇതൊരു ചെറിയൊരു വീഡിയോ ആയിരുന്നു. എടുത്തു വെച്ചപ്പം ഇത് ആരെങ്കിലും കണ്ടിട്ടില്ലാത്തവരുണ്ടെങ്കിൽ കണ്ടോട്ടെ എന്ന് വെച്ചിട്ട് ഞാൻ ഇട്ടതാണ്. അപ്പം വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതേ. അപ്പം പുതിയൊരു വീഡിയോയുമായി വീണ്ടും കാണാം. താങ്ക്